എറണാകുളം MG റോഡിൽ എത്തുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പാർക്കിങ്ങിന് ഒരു ഇടമില്ലാത്തതാണ്. റോഡരികിലെ അനധികൃത പാർക്കിംഗ് കാരണം ഇവിടെ ഗതാഗതക്കുരുക്കൊഴിഞ്ഞ് നേരമില്ല. വിവിധ ആവശ്യങ്ങൾക്കായി ദിവസേന 10,000-കണക്കിന് പേരെത്തുന്ന നഗരമാണ് കൊച്ചി. എന്നാൽ നഗരത്തിലെത്തുന്ന ആളുകൾക്ക് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള മതിയായ സൗകര്യം കൊച്ചിയിലുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. നോ പാർക്കിംഗ് ആണ് എല്ലാവർക്കും. വണ്ടി എവിടെ ഇട്ടാലും എപ്പം തന്നെ ഒന്ന് ചാർജ് ചെയ്യും. പോലീസ് ഓടിക്കേണ്ടതൊക്കെ ഡീസൽ എത്തിച്ചിട്ട് തന്നെ നടക്കുന്നത്. കൈ നഷ്ടമാണ്. 30 രൂപ ഓടി 60 രൂപ ഡീസൽ എത്തും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർക്കിങ്ങിന്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ആളുകൾ വണ്ടി കൊണ്ട് റോഡ് സൈഡുകളിൽ കൂടെ ഒതുക്കുന്നതിന്റെ പേരിൽ മറ്റുള്ള വണ്ടികൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. കൊച്ചിയിലെ ഗതാഗതം കൂടുതൽ സുതാര്യമാക്കുന്നതിനായി കൊച്ചി സ്മാർട്ട് സിറ്റി മിഷനും കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്ന് വികസിപ്പിച്ച ആധുനിക AI ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് പാർക്ക് കൊച്ചി എന്ന പാർക്കിംഗ് പ്ലാറ്റ്ഫോം. ദിനം പ്രതി കൊച്ചിയിലേക്ക് വരുന്ന യാത്രക്കാർക്ക് പാർക്ക് കൊച്ചി മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെ നഗരത്തിലെ വിവിധ പാർക്കിംഗ് സ്ഥലങ്ങൾ എവിടെയുണ്ടെന്നും അവിടെ പാർക്കിംഗ് നിരക്ക് എത്രയെന്ന് മുൻകൂട്ടി അറിയാനും അതനുസരിച്ച് പാർക്കിംഗ് സ്ഥലങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സാധിക്കും. ഇതിലൂടെ പാർക്കിംഗ് ക്യൂവിൽ അകപ്പെടാതെ എളുപ്പവും സുതാര്യവുമായ രീതിയിൽ വാഹനം പാർക്ക് ചെയ്യാം. കൊച്ചി നഗരമേഖലയിലുള്ള കൊച്ചി കോർപ്പറേഷൻ, GCDA, കൊച്ചി മെട്രോ, DTPC എന്നിവയുടെ കീഴിലുള്ള പ്രധാന പാർക്കിംഗ് കേന്ദ്രങ്ങളെല്ലാം ഈ ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. നിലവിൽ പാർക്കിംഗ് നിയന്ത്രണം നടത്തിവരുന്ന വിവിധ ഏജൻസികളെയെല്ലാം കൃത്യമായും സമയബന്ധിതമായും ഈ ഡിജിറ്റൽ പാർക്കിംഗ് സംവിധാനത്തിലേക്ക് ഉൾപ്പെടുത്തുന്നു. ഇതിലൂടെ അവർക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും അതിനൊപ്പം വരുമാനം വർദ്ധിപ്പിക്കാനും കഴിയും. സർക്കാർ വകുപ്പുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കീഴിൽ പ്രവർത്തിക്കുന്ന ഇത്തരം പാർക്കിംഗ് കേന്ദ്രങ്ങളെ ഡാറ്റയുടെ സഹായത്തോടെ വിശകലനം ചെയ്യുവാനും ഭാവിയിൽ പാർക്കിംഗുമായി ബന്ധപ്പെട്ട നയരേഖകൾ ആവശ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുവാനും ഈ സംവിധാനത്തിലൂടെ എളുപ്പത്തിൽ സാധിക്കും. ഭാവിയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ പാർക്കിംഗ് സൗകര്യവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുജനങ്ങൾക്കായി മൂല്യവർദ്ധിത സേവനം വഴി പാർക്കിംഗിൽ നിന്നും വരുമാനം നേടുവാനും സഹായിക്കും. ഇത് ഭാവിയിൽ ഒരു നികുതി വരുമാന സ്രോതസ്സായി മാറ്റുവാനും സർക്കാരിന് കഴിയും. നൂതന സാങ്കേതിക വിദ്യയായ AI, IoT, ഫാസ്ടാഗ് എന്നിവ സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ സ്വയം നിയന്ത്രിത പാർക്കിംഗ് സംവിധാനം കൊച്ചി പോലെയുള്ള അതിവേഗം വികസിക്കുന്ന മെട്രോ നഗരങ്ങളുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളായ കാർബൺ ഉപഭോഗം കുറയ്ക്കൽ, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. പൊതുജനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പാർക്കിംഗ് സംവിധാനം എന്ന നിലയിൽ പാർക്ക് കൊച്ചി മൊബിലിറ്റി പ്ലാറ്റ്ഫോം നഗരഗതാഗതത്തിലെ ഒരു പുതുചരിത്രമാണ്.